നിലമ്പൂരിൽ സ്വാമി ഹിമവൽ ഭദ്രാനന്ദയ്ക്കൊപ്പം ഉണ്ടായിരുന്ന യുവാവ് സ്വകാര്യ ഹോട്ടലിൽ മരിച്ചതിലെ ദുരൂഹത തുടരുന്നു. ജൂൺ 22-നാണ് ചക്കിട്ടപ്പാറ സ്വദേശി അജയ് കുമാറിനെ ഹോട്ടലിന്റെ 4-ാം നിലയിൽ നിന്ന് വീണു മരിച്ച അവസ്ഥയിൽ കണ്ടെത്തിയത്. അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകി. ജൂൺ 22-നാണ് സ്വാമി ഹിമവൽ ഭദ്രാനന്ദയ്ക്കൊപ്പമുണ്ടായിരുന്ന പേരാമ്പ്ര ചക്കിട്ടപ്പാറ സ്വദേശി അജയ് കുമാർ സ്വകാര്യ ഹോട്ടലിന്റെ 4-ാം നിലയിൽ നിന്ന് വീണു മരിച്ചത്. മൈസൂരുവിൽ ബിരുദ വിദ്യാർത്ഥിയായിരുന്ന യുവാവ് ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ലെന്ന് വീട്ടുകാർ പറയുന്നു. മരിക്കുന്നതിന് മുൻപ് അജയ് കുമാർ വീട്ടിലേക്ക് വിളിച്ചിരുന്നു. മുറിയിൽ മറ്റാരൊക്കെയോ ഉണ്ടായിരുന്നതായും വീട്ടുകാർ പറയുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് വിളിക്കുന്നത് 9:14 രാത്രി. അന്നേരം ഞാനിങ്ങനെ സ്വാമീൻ്റെ റൂമിലാണുള്ളത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു സ്വാമീൻ്റെ റൂമിൽ വേറെ ആരുണ്ട്? അന്നേരം പറഞ്ഞു സാസാദ് ഇങ്ങനെ വീട്ടിലേക്ക് പോയി, മറ്റൂരിങ്ങനെ അങ്ങോട്ട് പോയി സ്വാമീനെ ഒറ്റയ്ക്കാക്കിയിട്ട് വരാൻ പറ്റും. ഞാൻ പറഞ്ഞു പോരി മോനെ, എന്തിനാണ് അവിടെ അങ്ങനെ തനിച്ച് നിൽക്കുന്നതെന്ന് വെച്ചപ്പോൾ സ്വാമീൻ്റെ കൂടെ ആരുമില്ല, അപ്പോൾ സ്വാമീൻ്റെ കൂടെ അന്ന് നിന്നിട്ട് നാളെ രാവിലെ അങ്ങോട്ട് വരും എന്നുള്ള വിവരമാണ് എനിക്ക് തന്നത്. എന്നാൽ അജയ് കുമാർ മരിക്കുന്ന ദിവസം രാവിലെയാണ് അയാളെ പരിചയപ്പെടുന്നതെന്നും അന്നൊരു ദിവസത്തെ പരിചയമേ യുവാവുമായി ഉള്ളൂ എന്നുമാണ് ഭദ്രാനന്ദയുടെ വാദം. ഹിമവൽ ഭദ്രാനന്ദയുടെ വാദങ്ങൾ കള്ളമാണെന്ന് തെളിയിക്കുന്ന ചില വിവരങ്ങൾ ഇതിനോടകം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അജയ് കുമാർ മരിക്കുന്നതിന് 3 ദിവസം മുൻപ് ഭദ്രാനന്ദ അയാൾ താമസിച്ചിരുന്ന വീട്ടിൽ വന്നതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചു. യുവാവിന്റെ അമ്മയെ ജൂൺ 18-ന് സ്വാമി വീട്ടിലെത്തി പരിചയപ്പെടുകയും ഫോട്ടോ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വൈരുദ്ധ്യങ്ങൾ മരണത്തിലെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നുവെന്നാണ് കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും പ്രധാന ആരോപണം. അജയ് കുമാറിന്റെ മരണത്തിൽ ലഹരി മാഫിയയ്ക്ക് ബന്ധമുണ്ടോയെന്നും ഹോട്ടലിൽ അജയ്ക്കൊപ്പം ഉണ്ടായിരുന്നവർ ആരൊക്കെയെന്നും കണ്ടെത്തണമെന്ന് ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽ ആവശ്യപ്പെട്ടു. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 2:30 മണിക്ക് ഒരു കാരണവശാലും അബോധാവസ്ഥയിലാണെന്ന് ഇവർ പറയുന്നൊരു കുട്ടി എഴുന്നേറ്റ് ആത്മഹത്യ ചെയ്യുന്ന ആർക്കും വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് ഈ മരണം എങ്ങനെ സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് മലപ്പുറം പോലീസ് മേധാവിയോടും കേരള മുഖ്യമന്ത്രിയോടും രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് മലയാളം, കോഴിക്കോട്.